തീർച്ചയായിട്ടും വളരെ റെയറാണ്, പക്ഷേ അങ്ങനെയുള്ള സംഭവം ഉണ്ടാകാൻ ഉള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഒന്ന്, നേരത്തെ ATC ഓഫീസർ പറഞ്ഞതുപോലെ ബേർഡ് ഇഞ്ചക്ഷൻ, അത് ഈ ഹഡ്സൺ റിവറിലെ ലാൻഡിങ്. ആക്ച്വലി അത് നടന്ന അന്ന് ഞാൻ ന്യൂയോർക്കിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടുന്ന് ഒരു എയർക്രാഫ്റ്റ് ന്യൂയോർക്ക് ടു ഡൽഹി ഫ്ലൈ ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് ഈ ഇൻസിഡൻറ്റ് നടന്നത്. ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ ഇൻസിഡൻറ്റ് നടന്നതും അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി കേട്ടതുമെല്ലാം. അപ്പം ഈ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. മാത്രമല്ല, ഇപ്പം വേറൊരു സിറ്റുവേഷൻ, ഫ്യൂവൽ കണ്ടാമിനേഷൻ വെച്ചിട്ടും ഇങ്ങനൊരു ഇൻസിഡൻറ്റ് വരാം. ഇപ്പം ഫ്യൂവലിൽ കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ മാത്രമാണ് എയർക്രാഫ്റ്റിൻ്റെ ഫുൾ പവർ കൊടുക്കുന്നത്. അപ്പോൾ ആ ഫുൾ പവർ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് വളരെ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. അപ്പം ഫ്യൂവലിനകത്ത് എന്തെങ്കിലും കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ അത് രണ്ട് എഞ്ചിനെയും ഒരുമിച്ച് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയും നമുക്ക് ഒരു ഇത് ഉണ്ടാകാം. ഇൻസിഡൻസ് അങ്ങനെയും നടന്നിട്ടുണ്ട്. അടുത്തതായി പറഞ്ഞത് അണ്ടർ ക്യാരേജ് താന്നിരുന്നു. അത് എന്തുകൊണ്ട് താന്നിരുന്നു? അപ്പം അതിനൊരു വ്യക്തമായ മറുപടി നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണഗതിയിൽ നമ്മൾ ടേക്ക് ഓഫ് ചെയ്താൽ ഉടനെ ഒരു 50 ഫീറ്റ് ഉള്ളിൽ തന്നെ നമ്മൾ ഒരു പൈലറ്റും കോ പൈലറ്റും, അത് ഞങ്ങൾ പറയുന്നത് പൈലറ്റ് ഫ്ലൈയിങ് ആൻഡ് പൈലറ്റ് മോണിറ്ററിങ് എന്നാണ്. അപ്പം ആര് ഫ്ലൈ ചെയ്താലും, കോ പൈലറ്റ് ഫ്ലൈ ചെയ്താൽ ഈ ബിക്കംസ് പൈലറ്റ് ഫ്ലൈയിങ്. അപ്പം അതർ പേഴ്സൺ, ദ ക്യാപ്റ്റൻ ഓർ ദ കമാൻഡർ ബിക്കംസ് ദ പൈലറ്റ് മോണിറ്ററിങ്. അപ്പം അങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ ഫ്ലൈയിങ് ചെയ്യുന്നത്. അപ്പം ദ പൈലറ്റ് ഫ്ലൈയിങ് വിൽ സേ പോസിറ്റീവ് റേറ്റ് ഗിയർ അപ്പ്. അപ്പം പോസിറ്റീവ് റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ IVSI വെർട്ടിക്കൽ സ്പീഡ് ഇൻഡിക്കേറ്ററിൻ്റെ ഇത് വെച്ചിട്ട് ആണ് നമ്മൾ പറയുന്നത്. എയർക്രാഫ്റ്റ് ഭൂമിയിൽ നിന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അണ്ടർ ക്യാരേജ് നമ്മൾ അപ്പ് ചെയ്യും. അപ്പം അണ്ടർ ക്യാരേജ് എന്ന് പറയുന്ന അതിൻ്റെ ലിവർ, അത് എയർക്രാഫ്റ്റിൻ്റെ ഫ്ലൈറ്റ് ഡെക്കിൽ ഏറ്റവും ഫ്രണ്ടിലാണ്, നമ്മുടെ രണ്ടുപേരുടെയും നടുക്കായിട്ടാണ് ഏകദേശം വരുന്നത്. അപ്പം ആരാണത് ചെയ്യുന്നത്, അദ്ദേഹത്തിന് കൈ നേരെ മുമ്പോട്ട് കൊണ്ടു ചെന്ന് അത് പൊക്കി ലിവർ മുകളിലോട്ടാക്കണം. അപ്പം ഒരു വിധത്തിലും മറ്റേ ഒരു പൈലറ്റ് അത് കാണാതിരിക്കാനുള്ള ചാൻസ് ഇല്ല. ഇപ്പം ഞാനാണ് ഫ്ലൈയിങ് ചെയ്യുന്നതെങ്കിൽ കോ പൈലറ്റ് അല്ലെങ്കിൽ പൈലറ്റ് മോണിറ്ററിങ് ആയിരിക്കും ഈ അണ്ടർ ക്യാരേജ് ലിവർ പൊക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഞാനത് കാണും, എൻ്റെ പെരിഫറൽ വിഷൻ വെച്ചിട്ട് ഞാനത് കാണും, അത് മറ്റേ പൈലറ്റ് അത് കാണും. അപ്പം എന്തുകൊണ്ട് ഗിയർ താഴെ മുകളിലോട്ട് ഇട്ടില്ല എന്നുള്ളത്, അപ്പം അതിന് ചില ചാൻസസ് ഉണ്ട്. ഇപ്പം ആ ഒരു സമയത്ത് ടേക്ക് ഓഫ് ചെയ്ത സമയത്ത് തന്നെ രണ്ട് ഇഞ്ചിനും ഒരു പ്രിസംഷൻ ഞാൻ പറയുകയാണ്, രണ്ട് ഇഞ്ചിനും എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പൈലറ്റിന് തോന്നുകയാണെങ്കിൽ, ആ എയർക്രാഫ്റ്റ് നേരെ താഴോട്ട് വരുമെന്ന് പൈലറ്റിന് തോന്നുകയാണെങ്കിൽ, ആ അണ്ടർ ക്യാരേജ് രണ്ടും ആ എയർക്രാഫ്റ്റ് തന്നെ അത് റിട്രാക്ട് ചെയ്യുന്നതിന് പകരം അതങ്ങനെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ അണ്ടർ ക്യാരേജ് ഒരു നല്ലൊരു എമൗണ്ട് ഓഫ് ഷോക്ക് എയർക്രാഫ്റ്റ് താഴോട്ട് വീഴുമ്പോഴത്തേക്ക്, റൺവേയിലോട്ട് വീഴുമ്പോഴത്തേക്ക് ഒരു ഷോക്ക് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പൈലറ്റ്സ് ചിലപ്പോൾ പറയും ഹോൾഡ്, ലെറ്റ് സി. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അണ്ടർ ക്യാരേജ് റിട്രാക്ട് ചെയ്യേണ്ട, എക്സ്റ്റെൻഡഡ് പൊസിഷനിൽ തന്നെ ഇരുന്നോട്ടെ. അത് എന്തുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ നടന്നതെന്നുള്ളത് നമുക്ക് ബോർഡ് ഓഫ് എൻക്വയറി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ വേറൊരു കേസ് ഉണ്ടാവും. ഇപ്പം സപ്പോസ് ഞാൻ ഒരു ടാക്സി ചെയ്തു. ഇപ്പോൾ ഒരുപാട് ഇവിടുത്തെ ടെമ്പറേച്ചർ, അഹമ്മദാബാദിൻ്റെ ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരുന്നു. അപ്പോൾ ഒരു ലോങ് ടാക്സി ആയിരുന്നു പൈലറ്റ് ചെയ്തത്. കാരണം പൈലറ്റിനെ തിരിച്ച് ടാക്സി ചെയ്ത് റൺവേയുടെ ഉള്ളിൽ കയറാൻ വേണ്ടി ബാക്ക് ട്രാക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ആ സമയത്ത് എനിക്ക് കൂടുതൽ ചില സമയത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ ബ്രേക്ക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പോൾ ആ ബ്രേക്ക് ടെമ്പറേച്ചർ കൂടിക്കഴിയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഞങ്ങൾ പൈലറ്റ്സിന് തന്നിരിക്കുന്നത്, നിങ്ങൾ എയർക്രാഫ്റ്റിൻ്റെ അണ്ടർ ക്യാരേജ് കുറച്ച് നേരം എയറിൽ വെച്ച് കൂൾ ചെയ്യണം. അപ്പം അത് ഉടനെ തന്നെ റിട്രാക്ട് ചെയ്യരുത് എന്നുള്ള ഒരിതാണ്. നാച്ചുറൽ മെത്തേഡ്, ഒരു നാച്ചുറൽ മെത്തേഡ് വെച്ച് എയർക്രാഫ്റ്റ് കൂൾ ചെയ്ത് മാത്രമേ, അത് ചിലപ്പോൾ ഒരു 2 മിനിറ്റ് ആയിരിക്കും, ചിലപ്പോൾ 3 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എയർക്രാഫ്റ്റിൻ്റെ സ്പീഡ് ലിമിറ്റ് ഉണ്ട്, അണ്ടർ ക്യാരേജ് വെച്ച് ഫ്ലൈ ചെയ്യാനുള്ള സ്പീഡ് ലിമിറ്റ് ഉണ്ട്. ആ സ്പീഡ് ലിമിറ്റിൽ നമ്മൾ കൺട്രോൾ ചെയ്യും. ഓക്കെ. അപ്പം അങ്ങനത്തെ സമയത്ത് സാധാരണ സ്പീഡ് ഒരു ഫ്ലാപ്പ് റിട്രാക്ഷൻ്റെ സ്പീഡാണെങ്കിൽ ആ ഒരു സ്പീഡ് വന്നാൽ മാത്രമേ ഫ്ലാപ്പ് റിട്രാക്ഷൻ ചെയ്യുള്ളൂ. സാധാരണഗതിയിൽ ഫ്ലാപ്പ് റിട്രാക്ഷൻ ചെയ്യുന്ന ഏകദേശം ഒരു 1000 ഫീറ്റ് ഹൈറ്റിൽ വന്നതിന് ശേഷമാണ്. അപ്പം ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ ചില ഇതുണ്ട്, ഇതിൻ്റെ ഫ്ലാപ്പ് റിട്രാക്റ്റഡ് ആയിരുന്നു.
പക്ഷേ അത് ആ ഒരു ഇത് നമുക്ക് പിന്നെ നമ്മുടെ നേക്കഡ് ആയി കൊണ്ട് നമുക്ക് കണ്ട് ഈ പിന്നെ ഫോട്ടോ ഒന്ന് കണ്ട് ഫ്ലാപ്പ് ആക്ച്വലി റിട്രാക്ട് ആണോ ഇല്ല എന്നുള്ളത് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഫ്ലാപ്പ് എന്ന് പറയുന്നത് ടേക്ക് ഓഫ് ഫ്ലാപ്സ് സാധാരണ ഒരു ചെറിയ പൊസിഷനൊക്കെ ഒരു 5 ഡിഗ്രി പൊസിഷനിലോ മറ്റോ ആയിരിക്കും ടേക്ക് ഓഫ് ഫ്ലാപ്സ്. ലാൻഡിംഗ് ഫ്ലാപ്സ് കണക്കല്ല ടേക്ക് ഓഫ് ഫ്ലാപ്സ്. ലാൻഡിംഗ് ഫ്ലാപ്സ് വളരെ 30 ഡിഗ്രീസ് 40 ഡിഗ്രീസ് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന പൊസിഷനിലായിരിക്കും. ടേക്ക് ഓഫ് ഫ്ലാപ്സ് വളരെ ചിലപ്പോൾ 5 ഡിഗ്രീസ് അല്ലെങ്കിൽ മാക്സിമം 15 ഡിഗ്രീസ് വരെ കാണുകയുള്ളൂ. അതേപോലെ ടേക്ക് ഓഫ് ഫ്ലാപ്സ് ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ടിൽ ഒരു കേമ്പറും കൂടെ വരും. അതിന് അതിനൊരു സ്ലാറ്റ്സ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഈ വിങ്ങിൻ്റെ ഒരു എയറോഡൈനമിക് പൊസിഷൻ ചെറുതായിട്ടും മാറ്റാനുള്ള ഒരു ഇതാണ്. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഈ സ്ലാറ്റ്സ് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് ഒരു പിന്നെ നോർമൽ ഒരാൾക്ക് അത് കാണാൻ പോലും പറ്റില്ല. ബട്ട് ഇറ്റ് വിൽ ബി ദെയർ ടു ഗിവ് ദ എയർക്രാഫ്റ്റ് മോർ ലിഫ്റ്റ്, ഗിവ് ദ വിങ് മോർ ലിഫ്റ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ്. അപ്പം ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്ന കണക്ക് ഉള്ള ഇതിനോട് യോജിക്കാൻ ഇപ്പോൾ പറ്റത്തില്ല. അതൊക്കെ ബോർഡ് ഓഫ് എൻക്വയറി ഇതിൻ്റെ CVRും FDRും എല്ലാം കണ്ട് ചെയ്തതിന് ശേഷമേ പറയാൻ പറ്റുകയുള്ളൂ. ശരി. എന്നാലും ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ഈ ഒരു എമർജൻസി ഒരു പൈലറ്റ്സ് എങ്ങനെ ഡീൽ ചെയ്യും എന്ന് ഉള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം എമർജൻസിയിൽ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ 3 കാര്യങ്ങളാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അത് ഇൻ ഓർഡർ ഓഫ് പ്രയോറിറ്റിയാണ്. ഫസ്റ്റ് ഇറ്റ് ഈസ് എവിഗേറ്റ്. എവിഗേറ്റ് മീൻസ് നമ്മൾ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യണം ഏറ്റവും ആദ്യം. അത് എയർക്രാഫ്റ്റ് അണ്ടർ കൺട്രോൾ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നാവിഗേറ്റ്. ഈ നാവിഗേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങോട്ടാണ് എയർക്രാഫ്റ്റ് കൊണ്ടുപോകേണ്ടത്, സ്ട്രേറ്റ് ആൻഡ് ലെവൽ ഫ്ലൈ ചെയ്യണോ അതോ എയർക്രാഫ്റ്റ് വെൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ടേൺ ചെയ്യണോ എന്നുള്ളത് സെക്കൻഡ് സ്റ്റെപ്പ്. ആൻഡ് ദ തേർഡ് തിങ് ഇസ് കമ്മ്യൂണിക്കേറ്റ്. ഏറ്റവും അവസാനമാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. സോ എവിഗേറ്റ്, നാവിഗേറ്റ്, കമ്മ്യൂണിക്കേറ്റ്. സോ ഇൻ ദിസ് പെർട്ടിക്കുലർ കേസ് പൈലറ്റിന് പിന്നെ ഒരു ലാസ്റ്റ് സ്റ്റേജാണ് പൈലറ്റ് മേഡേ കോൾ കൊടുക്കുന്നത്. കാരണം അത്രയും നേരം ആ പൈലറ്റ് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാനുള്ളൊരു ഇതിലായിരുന്നു. പിന്നെ എന്തുകൊണ്ട് അത് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള വേറെ സാങ്കേതിക കാര്യങ്ങളുണ്ട്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വേണമെങ്കിൽ ചർച്ച ചെയ്യാം.